അപ്പോൾ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ, കംപ്ലീറ്റ് സൂം ലെൻസിലാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. സൂം ലെൻസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അനങ്ങാൻ പറ്റില്ല എന്ന് മാത്രമല്ല, എന്താണ് കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ ഷക്കീർ ഭായി എന്നൊരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ഒരു ഷോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. അത് നമ്മുടെ അനീഫക്ക ഛേ എന്ന എന്തോ ഒരു പറയുന്നത്, അപ്പോഴത്തേക്ക് ലാലേട്ടൻ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. ഈ ഷോട്ടിൻ്റെ ആ ഫ്രെയിമിംഗ് എന്ന് നോക്കൂ, എൻ്റെ ഫേസിൽ തന്നെയാണ്, ലാലേട്ടൻ്റെ സജഷനിലാണ് ഈ കൈയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കൈ, ഒരു പാന്, ഫോക്കസ് ഷിഫ്റ്റ് ആദ്യം അദ്ദേഹത്തിൽ, അത് കഴിയുമ്പോഴത്തേക്ക് ഈ കൈയിലേക്ക്, അവിടെ നിന്ന് തിരിയുമ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞിങ്ങനെ വന്നിട്ട് ഇറ്റ്സ് ഓക്കെ സക്കീർ ഭായി എന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിയുന്നു, അവർ ചിരിച്ചോണ്ട്. നമുക്കതൊന്നും പ്രശ്നമൊന്നുമല്ല, അങ്ങനെ കിടന്ന് ചിലച്ചോട്ടെ. ഇത്രയും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം. ഇത് ക്യാമറമാനെ സംബന്ധിച്ചത് കോംപ്ലിക്കേഷനൊക്കെ കൂടുതൽ ഈ ഫ്രെയിമിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റിനുണ്ട്. ഇത്രയും റിസ്ക്, അത് ഭയങ്കര റിസ്ക്കാണ്. കാര്യം കറക്റ്റ് സമയത്ത് ഈ കൈ, അദ്ദേഹത്തിന് ലാലേട്ടൻ്റെ കൈ വരണം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇത് വരണം, എൻ്റെ തിരിച്ചിൽ ഈ പ്ലാൻ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിരിക്കണം. ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു ഷോട്ടാണ്. പക്ഷെ അത് ഞങ്ങൾ ആ സാധനം ചെയ്ത് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണെന്ന് ഓർക്കുക. നിൽക്കുന്ന 4 പേരാണ് ആ സീനിൽ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്നു, ബാബു നമ്പൂതിരി ചേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു. ഈ 4 പേരുമുള്ള ഫ്രെയിമിൽ അതിലെല്ലാം ക്യാമറയ്ക്ക് മൂവ്മെൻ്റ് ഉണ്ട്, ആർട്ടിസ്റ്റിന് മൂവ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഡയലോഗ് കറക്റ്റ് ടൈമിങ്ങിൽ വരണം. ഇതെല്ലാം ഒത്തു വന്ന് ഫസ്റ്റ് ടേക്ക് ഓക്കെ ആണത്. മിക്ക സീൻ ഷോട്ടുകളും അതിനകത്ത് ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്.